പിശാചിന്റെ അസൂയ മൂലമായിരുന്നു. എന്തായിരുന്നു പിശാചിന്റെ അസൂയ? ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം അവന്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ട പിശാചിന് അസൂയ മൂത്ത് അവനെ ദൈവത്തിന്റെ ചങ്കിൽ നിന്ന് പറിച്ചെടുക്കുവാൻ കള്ളക്കഥകൾ മെനഞ്ഞ് വ്യാജ പ്രബോധനങ്ങൾ നൽകി തെറ്റായ വഴികൾ കാണിച്ച് പ്രലോഭനങ്ങൾ നൽകി അവനെ ദൈവത്തിൽ നിന്ന് അകറ്റി. നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞ് അവൻ സ്വയം തീരുമാനിക്കുവാൻ തുടങ്ങി. തന്റെ ശരിയും തെറ്റും നിശ്ചയിക്കുവാനുള്ള അധികാരം മാത്രമാണ് ദൈവം മനുഷ്യന് നൽകാതിരുന്നത്. കാരണം എന്ന് മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ശരിതെറ്റുകൾ സ്വയം നിശ്ചയിക്കുവാൻ തീരുമാനിച്ചു തുടങ്ങുന്നുവോ അന്ന് അവന്റെ അധപതനം ആരംഭിക്കുമെന്ന് അറിയാവുന്ന ദൈവം അതിനാൽ തന്നെയാണ് പറഞ്ഞത്, നന്മ തിന്മകളെ കുറിച്ച് അറിവ് നൽകുന്ന വൃക്ഷത്തിലെ പഴം, ആ ഒരു തീരുമാനം നീ എടുക്കരുത്, അത് നിന്റെ അപകടമാണ്, നിനക്ക് ആപത്താണ് എന്ന്. കാരണം ദൈവത്തിന് അറിയാം നമുക്ക് എന്താണ് ആവശ്യം, എന്താണ് നമ്മെ കുറിച്ചുള്ള പദ്ധതി, എന്താണ് നമുക്ക് നന്മയായിട്ടുള്ളത് എന്ന് അറിയാവുന്ന ദൈവം അതിനാലാണ് ഇപ്രകാരം ഒരു കൽപ്പന നൽകിയത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലും ദൈവത്തിന്റെ കൽപ്പനകള് മനുഷ്യരുടെ നന്മയ്ക്കായിട്ട് നൽകിയതാണ്. മനുഷ്യന് ജീവൻ ഉണ്ടാകുവാനും അത് നിലനിർത്തുവാനുമായിട്ടാണ് ദൈവിക പ്രമാണങ്ങൾ നൽകപ്പെട്ടത്. ഞാനതിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തിന്റെ നിഗൂഢ പദ്ധതികൾ മനുഷ്യൻ തിരിച്ചറിഞ്ഞില്ല. വിശുദ്ധിയുടെ ഫലം എന്താണെന്ന് അവൻ ഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് പിശാചിന്റെ തിന്മയിൽ അകപ്പെട്ട് അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. ഇന്നും